ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. അനന്തമായ നവീകരണങ്ങളുടെ നാടായി ഇന്ത്യ മാറിയെന്നും ആഗോള നേതൃനിരയിലാണ് രാജ്യത്തിന്റെ സ്ഥാനമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മണിപ്പൂരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ അവലോകനം ചെയ്യുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിലുള്ള യോഗം പുരോഗമിക്കുന്നു. ജൻ ഔഷധി ജൻ ചേതന സപ്താഹ ആഘോഷങ്ങൾക്ക് കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ ന്യൂഡൽഹിയിൽ തുടക്കം കുറിച്ചു. സ്ത്രീ മുന്നേറ്റം സാധ്യമാക്കുന്നതിനായി നിരവധി പദ്ധതികൾ നടപ്പാക്കിയ നാടാണ് കേരളമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. റഷ്യയും യുക്രൈനും തമ്മിൽ അടിയന്തര വെടിനിർത്തൽ വേണമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ന് ദക്ഷിണാഫ്രിക്ക ഇംഗ്ലണ്ടിനെ നേരിടും. രഞ്ജി ട്രോഫി ഫൈനലിൽ കേരളത്തിനെതിരെ വിദർഭ മികച്ച ലീഡിലേക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ കൃഷിയും ഗ്രാമീണ സമൃദ്ധിയും എന്ന വിഷയത്തിൽ ബജറ്റാനന്തര വെബിനാറിനെ ഓൺലൈനായി അഭിസംബോധന ചെയ്യും. 2025ലെ ബജറ്റ് പ്രഖ്യാപനങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനുള്ള തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിനും കേന്ദ്രീകൃത ചർച്ചയിൽ പങ്കാളികളെ ഉൾപ്പെടുത്തുന്നതിനുമാണ് വെബിനാർ ലക്ഷ്യമിടുന്നത്. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അനന്തമായ നവീകരണങ്ങളുടെ നാടായി ഇന്ത്യ മാറിയെന്നും ആഗോള നേതൃനിരയിലാണ് ഇന്ന് രാജ്യത്തിന്റെ സ്ഥാനമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന NXT കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവാക്കളാണ് ഇന്ത്യയുടെ മുൻഗണനയെന്നും പാഠപുസ്തകങ്ങൾക്കപ്പുറം ചിന്തിക്കാനുള്ള അവസരമാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചതെന്നും ശ്രീ മോദി പറഞ്ഞു. ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി കേന്ദ്രമായി രാജ്യം ഉയർന്നുവരികയാണ്. വോക്കൽ ഫോർ ലോക്കൽ, ലോക്കൽ ഫോർ ഗ്ലോബൽ എന്നീ കാഴ്ചപ്പാടുകൾ ഇന്ന് യാഥാർത്ഥ്യമായതായും പ്രധാനമന്ത്രി പറഞ്ഞു. आज भारत के मोबाइल, इलेक्ट्रॉनिक प्रोडक्ट्स, भारत में बनी दवाइयां अपनी ग्लोबल पहचान बना रही हैं. भारत ने ग्लोबल साउथ को भी एक बुलंद आवाज दी. इंटरनेशनल सोलर अलायंस, कोalition फॉर डिजास्टर रिलिजियंट इंफ्रास्ट्रक्चर, ऐसे अनेक इनिशिएटिव्स हैं जिनको भारत ग्लोबली लीड कर रहा है. और मुझे खुशी है कि आज जब भारत के अनेक ब्रांड ग्लोबल हो रहे हैं तो भारत का मीडिया भी ग्लोबल हो रहा है. മണിപ്പൂരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ അവലോകനം ചെയ്യുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇപ്പോൾ യോഗം ചേരുന്നു. മണിപ്പൂർ ഗവർണർ അജയ് കുമാർ ഭല്ല, ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ, ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ തപൻകുമാർ ദേഖ, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതിനു ശേഷം ഇതാദ്യമായാണ് അവലോകന യോഗം ചേരുന്നത്. പാസ്പോർട്ട് നിയമങ്ങൾ ഭേദഗതി ചെയ്ത കേന്ദ്ര സർക്കാർ 2023 ഒക്ടോബർ 1 ശേഷം ജനിച്ചവർക്കുള്ള പാസ്പോർട്ടിനായി ജനന സർട്ടിഫിക്കറ്റുകൾ മാത്രമേ രേഖയായി സ്വീകരിക്കൂവെന്ന് ഭേദഗതിയിൽ വ്യക്തമാക്കുന്നു. 1980ലെ പാസ്പോർട്ട് നിയമങ്ങളിലാണ് മാറ്റം കൊണ്ടുവന്നത്. മറ്റ് അപേക്ഷകർക്ക് ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ് തുടങ്ങിയ അംഗീകൃത രേഖ നൽകിയാൽ മതിയാകും. ഉത്തരാഖണ്ഡിൽ ചമോലി ജില്ലയിലെ മാന ഗ്രാമത്തിനടുത്തുണ്ടായ ഹിമപാതത്തിൽ കുടുങ്ങിയ 57 തൊഴിലാളികളിൽ 47 പേരെ രക്ഷപ്പെടുത്തി. 8 പേരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ITBP, NDRF, SDRF കരസേനാ സംഘങ്ങൾ രക്ഷാപ്രവർത്തനത്തിൽ സജീവമാണ്. അതേസമയം രക്ഷാദൌത്യം അവലോകനം ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുമായി ഫോണിൽ സംസാരിച്ചു. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ എല്ലാവിധ സഹായവും നൽകുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകി. കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കുന്ന പദ്ധതി കേരളത്തിലെ 6 ഫിഷറീസ് വില്ലേജുകളിൽ നടപ്പിലാക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. കേന്ദ്രം 100% തുക വിനിയോഗിച്ചിട്ടുള്ളതാണ് ഈ പദ്ധതിയെന്നും മന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന ഇന്റഗ്രേറ്റഡ് മോഡേൺ കോസ്റ്റൽ ഫിഷിംഗ് വില്ലേജ് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തലശ്ശേരിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സ്പീക്കർ എൻ ഷംസീർ അധ്യക്ഷത വഹിച്ചു. മന്ത്രി സജി ചെറിയാൻ ഓൺലൈനായി സംബന്ധിച്ചു. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ നാളെ തിരുവനന്തപുരത്തെത്തും. കവടിയാർ ഉദയ് പാലസ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന 4ാമത് പി പരമേശ്വരൻ സ്മാരക പ്രഭാഷണത്തിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ഉച്ചയ്ക്ക് 12 മണിക്കാണ് പരിപാടി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും പരിപാടിയിൽ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്.
റഷ്യയും യുക്രൈനും തമ്മിൽ അടിയന്തര വെടിനിർത്തൽ വേണമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആഹ്വാനം ചെയ്തു. സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും അല്ലെങ്കിൽ യുക്രൈനുള്ള അമേരിക്കൻ പിന്തുണ പിൻവലിക്കുമെന്നും യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിക്ക് ട്രംപ് മുന്നറിയിപ്പ് നൽകി. അപൂർവ ധാതുക്കളുടെ കരാറിൽ ഒപ്പുവയ്ക്കാൻ യുഎസും യുക്രൈനും തമ്മിൽ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രതികരണം. സെലൻസ്കി സമാധാനം പുനഃസ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുദ്ധം അവസാനിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം യുദ്ധം അവസാനിപ്പിക്കാൻ പുടിൻ തയ്യാറാണെന്ന് അവകാശപ്പെടുന്ന ട്രംപ് റഷ്യയോടുള്ള നിലപാട് പെട്ടെന്ന് മാറ്റാൻ യുക്രൈന് കഴിയില്ലെന്ന് മനസ്സിലാക്കണമെന്ന് സെലൻസ്കി പറഞ്ഞു. ഭാവിയിലെ ആക്രമണങ്ങൾ തടയുന്നതിനുള്ള സുരക്ഷാ ഉറപ്പ് ലഭിക്കുന്നതുവരെ യുക്രൈൻ റഷ്യയുമായി സമാധാന ചർച്ചകളിൽ ഏർപ്പെടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വാക്പോരിന് പിന്നാലെ സെലൻസ്കി ട്രംപിനോട് മാപ്പ് പറയണമെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആവശ്യപ്പെട്ടു. ജൻ ഔഷധി ജൻ ചേതന സപ്താഹ ആഘോഷങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ ന്യൂഡൽഹിയിൽ തുടക്കം കുറിച്ചു. ഈ മാസം 7-നാണ് ജൻ ഔഷധി ദിനം. ആഘോഷങ്ങളുടെ ഭാഗമായി പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജനയുടെ 10 വാഹനങ്ങൾ ശ്രീ ജെ പി നഡ്ഡയും ആരോഗ്യ സഹമന്ത്രി അനുപ്രിയ പട്ടേലും ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിലയിൽ ഗുണമേന്മയുള്ള മരുന്നുകൾ ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച ഭാരതീയ ജൻ ഔഷധി പരിയോജന പ്രചാരണ പരിപാടി വിജയിപ്പിക്കണമെന്ന് ശ്രീ നഡ്ഡ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. साधारण मानवी सस्ते में इफेक्टिव दवा खरीद सके, इसकी उपलब्धता कराना सरकार की जिम्मेवारी है जो सरकार ने कराई. अब हम इसको कितने जनता तक पहुंचा सकते हैं, यह हमारा उद्देश्य होना चाहिए. हम सब लोग मिलकर इस जन औषधि के इस आंदोलन को जन चेतना के माध्यम से एक मूवमेंट के रूप में आगे बढ़ा सकें, यही मुझे निवेदन करना है. സ്ത്രീകളെ ശക്തിപ്പെടുത്തുന്നതിനും സ്ത്രീ മുന്നേറ്റം സാധ്യമാക്കുന്നതിനുമായി നിരവധി പദ്ധതികൾ നടപ്പാക്കിയ നാടാണ് കേരളമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള വനിതാ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. സ്ത്രീശക്തി മാധ്യമ ജാഗ്രതാ സമിതി പുരസ്കാരങ്ങളും മുഖ്യമന്ത്രി വിതരണം ചെയ്തു. 1.5 നൂറ്റാണ്ടിന് മുൻപ് തന്നെ സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ ശക്തി പ്രാപിച്ചിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ന് ദക്ഷിണാഫ്രിക്ക ഇംഗ്ലണ്ടിനെ നേരിടും. ഉച്ചയ്ക്ക് 2:30 കറാച്ചിയിലാണ് മത്സരം. പ്രാഥമിക റൌണ്ടിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ നാളെ ന്യൂസിലൻഡിനെ നേരിടും. രഞ്ജി ട്രോഫി ഫൈനലിൽ കേരളത്തിനെതിരെ വിദർഭ മികച്ച ലീഡിലേക്ക്. 4ാം ദിനമായ ഇന്ന് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ വിദർഭ 2 വിക്കറ്റിന് 100 റൺസ് എടുത്തിട്ടുണ്ട്. നിലവിൽ 137 റൺസിന്റെ ലീഡാണ് ഉള്ളത്. കേരളത്തിന്റെ 1ാം ഇന്നിംഗ്സ് ഇന്നലെ 342 റൺസിൽ അവസാനിച്ചിരുന്നു. പ്രാഗ് മാസ്റ്റേഴ്സ് 2025 ടെസ്റ്റ് ടൂർണമെന്റിൽ മുന്നേറ്റം തുടർന്ന് ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർമാരായ അരവിന്ദ് ചിദംബരവും ആർ പ്രജ്ഞാനന്ദയും 3ാം റൌണ്ടിൽ ചൈനീസ് ഗ്രാൻഡ് മാസ്റ്റർ വെയ് ഇയെ പരാജയപ്പെടുത്തി അരവിന്ദ് ലോക ലൈവ് റാങ്കിങ്ങിൽ 16ാം സ്ഥാനത്തേക്ക് മുന്നേറി. അതേസമയം 3ാം റൌണ്ടിൽ ചെക്ക് റിപ്പബ്ലിക്കൻ താരത്തെ പരാജയപ്പെടുത്തി ആർ പ്രജ്ഞാനന്ദ ടൂർണമെന്റിലെ ആദ്യ ജയം സ്വന്തമാക്കി. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂരിനെ നേരിടും. രാത്രി 7:30-നാണ് മത്സരം. വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ മുംബൈ സിറ്റി മോഹൻ ബഗാനെ നേരിടും. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഇന്ന് മഹാരാഷ്ട്രയിലെ മുംബൈ സന്ദർശിക്കും. മുംബൈയിൽ KPB ഹിന്ദുജ കോളേജ് ഓഫ് കൊമേഴ്സിൽ നടക്കുന്ന വാർഷിക ആഘോഷ പരിപാടിയിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരളത്തിലെ ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം 20ാം ദിവസത്തിലേക്ക് കടന്നു. സമരത്തിന് പിന്തുണയുമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സമരപ്പന്തൽ സന്ദർശിച്ചു. ആശാ വർക്കർമാരുടെ പ്രശ്നം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സംസാരിക്കുമെന്നും കേന്ദ്ര സഹമന്ത്രി ഉറപ്പു നൽകി. കോഴിക്കോട് താമരശ്ശേരിയിൽ സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തിൽ 10ാം ക്ലാസ്സുകാരൻ മരിച്ച സംഭവത്തിൽ വകുപ്പ് തല അന്വേഷണം നടത്താൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി വി ശിവൻകുട്ടി. പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടെന്നും കോഴിക്കോട് വിദ്യാഭ്യാസ ഉപഡയറക്ടർ അന്വേഷിച്ച് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചതായും മന്ത്രി പറഞ്ഞു. ഗുജറാത്തിന്റെ വികസനത്തിന് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും സംസ്ഥാനത്തിന്റെ റെയിൽവേ വികസനത്തിന് 17,155 കോടി രൂപ ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഗുജറാത്തിലെ അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷനിലെ വികസന പ്രവർത്തന പുരോഗതി വിലയിരുത്തുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. അനന്തമായ നവീകരണങ്ങളുടെ നാടായി ഇന്ത്യ മാറിയെന്നും ആഗോള നേതൃനിരയിലാണ് രാജ്യത്തിന്റെ സ്ഥാനമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മണിപ്പൂരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ അവലോകനം ചെയ്യുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിലുള്ള യോഗം പുരോഗമിക്കുന്നു. ജൻ ഔഷധി ജൻ ചേതന സപ്താഹ ആഘോഷങ്ങൾക്ക് കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ ന്യൂഡൽഹിയിൽ തുടക്കം കുറിച്ചു. സ്ത്രീ മുന്നേറ്റം സാധ്യമാക്കുന്നതിനായി നിരവധി പദ്ധതികൾ നടപ്പാക്കിയ നാടാണ് കേരളമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. റഷ്യയും യുക്രൈനും തമ്മിൽ അടിയന്തര വെടിനിർത്തൽ വേണമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ന് ദക്ഷിണാഫ്രിക്ക ഇംഗ്ലണ്ടിനെ നേരിടും. രഞ്ജി ട്രോഫി ഫൈനലിൽ കേരളത്തിനെതിരെ വിദർഭ മികച്ച ലീഡിലേക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.